Hi friends, welcome to Sumi's Tips and Talks. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മുടെ മുടിക്ക് നല്ല അഴകും തിളക്കവും അതേപോലെ നല്ല കരുത്തുറ്റ തിക്കായിട്ടുള്ള ഉള്ളോട് കൂടിയ ആരോഗ്യമുള്ള മുടി എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണ്. സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ മുടിയുടെ സംരക്ഷണമാണ്. ഒട്ടുമിക്ക എല്ലാവരുടെയും സൗന്ദര്യ പ്രശ്നം മുടിയാണ്. ഒന്നുകിൽ മുടി കൊഴിച്ചിലാകാം, മുടിയിൽ താരൻ, മുടിക്ക് ഉള്ളില്ല, മുടിക്ക് നീളമില്ല, മുടി പൊട്ടിപ്പോകുന്നു, അതേപോലെ മുടിയുടെ അറ്റം പിളരുന്നു. ഇതൊക്കെയാണ് മുടിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടിയുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആണ്. നമ്മുടെ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടി ആവണക്കണ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയോട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുടി കൊഴിച്ചിൽ മാറാനും മുടിയിൽ തഴച്ചു വളരാനും ആവണക്കെണ്ണ എങ്ങനെ യൂസ് ചെയ്യാമെന്നതാണ്. ആവണക്കെണ്ണ മുടി വളരാൻ വളരെ നല്ലതാണ്, മിക്കവാറും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഒട്ടുമിക്ക ആൾക്കാരും തലയിൽ യൂസ് ചെയ്യാറില്ല. നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പിരികം വളരാനും അതേപോലെ കൺപീലികൾ വളരാനൊക്കെയാണ്. അതേപോലെ ആൺകുട്ടികൾ മീശയും താടിയും വളരാനും ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ തലയിലിടുന്നത് അപൂർവമായിട്ടാണ്. ഒരു പക്ഷേ ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടും ആകാം. ആവണക്കെണ്ണ സാധാരണ എണ്ണ പോലെയല്ല, ഒരിത്തിരി കട്ടി കൂടിയ എണ്ണയാണ്. അതിൻ്റെ ഒരു ടെക്സ്ചർ യൂസ് ചെയ്ത ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ എഫക്റ്റീവാണ്. ഇത് ഡെയിലി യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് തഴച്ചു വളരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ ഇതിൻ്റെ വേറൊരു യൂസാണ് നെറ്റി കയറുന്നത് തടയുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ നെറ്റിയുടെ സൈഡ് വശത്ത് മുടി കൊഴിഞ്ഞ് വരുന്നത്. ആണിനും പെണ്ണിനും ഒരുപോലെ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ. ആണുങ്ങൾക്ക് അവരുടെ നെറ്റിയുടെ രണ്ട് വശത്തും ഹെയർ ലോസായി പിന്നീട് കഷണ്ടിയാകും. ഈ ഒരു പ്രശ്നത്തിന് ആവണക്കെണ്ണ വളരെ നല്ലതാണ്. മുടി കൊഴിഞ്ഞ ഭാഗത്ത് പുതിയ മുടി കിളിർക്കുകയും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ആവണക്കെണ്ണ യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല കരുത്തും തിക്കും ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം? ഇത് മുതിർന്നവർക്കും കൊച്ചു കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകില്ല. മുടി കൊഴിച്ചിൽ മാറുമെന്നത് മാത്രമല്ല, മുടി നന്നായിട്ട് തഴച്ചു വളരുകയും ചെയ്യും. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ആവണക്കെണ്ണ രണ്ട് കളറിലുണ്ട്. വൈറ്റ് കളറും ഉണ്ട്, ഒരു യെല്ലോയിഷ് കളറും ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഗുണവും ഏകദേശം തുല്യം തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ഒരു 40 രൂപയുടെ ഒരു ചെറിയൊരു ബോട്ടിലാണ്. ഞാനിവിടെ ആയുർവേദിക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു യെല്ലോയിഷ് കളറിലെ ആവണക്കെണ്ണയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ആവണക്കെണ്ണ നിങ്ങളുടെ മുടിയുടെ നീളത്തിന് അനുസരിച്ച് നമ്മുടെ കൈവെള്ളയിലെടുത്ത് നന്നായിട്ട് കൈ രണ്ടും കൊണ്ട് നന്നായിട്ട് രണ്ട് കൈയിലും അങ്ങോട്ട് പുരട്ടുക. എന്നിട്ട് അത് വേണം നമുക്ക് തലയോട്ടിൽ അതേപോലെ മുടിയുടെ എല്ലാ ഭാഗത്തും പുരട്ടാനായിട്ട്. ഇത് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് പോലെ മസാജ് ചെയ്യുക ഇത്തിരി പാടായിരിക്കും, കാരണം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 5 മിനിറ്റ് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഹെയർ ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മുടി നമുക്ക് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ ഹെയർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആവണക്കെണ്ണ ഹെയറിൽ എല്ലായിടത്തും ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ ഹെയറിൽ അബ്സോർബ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മുടി തഴച്ചു വളരുകയും അതേപോലെ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരാഴ്ച യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളിത് നിർത്തരുത്. കുറഞ്ഞത് 3-4 മാസം ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യണം. എന്നാലേ മുടി കൊഴിഞ്ഞ സ്ഥലത്ത് പുതിയ മുടി ഉണ്ടാകുകയും അത് കരുത്തുറ്റതായിട്ട് വളരുകയും ചെയ്യുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു വീക്കിൽ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ഇത് പിടിച്ചു കിട്ടാണ്ട് കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച്
പകുതിയിൽ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. ആവണക്കെണ്ണ മാത്രമല്ല, ഹെയർ കെയറിന് നിങ്ങൾ എന്ത് യൂസ് ചെയ്താലും ആത്മവിശ്വാസത്തോടെ റെഗുലറായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ എന്ത് വിചാരിക്കുന്നു അതേ നമ്മൾക്ക് സംഭവിക്കുള്ളൂ. സോ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പിന്നെ അരമണിക്കൂർ ആവണക്കെണ്ണ തലയിൽ തേച്ചതിന് ശേഷം നമുക്കൊരു മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. മൈൽഡ് ഷാമ്പൂവിന് പകരം നിങ്ങൾക്ക് താളിയോ ചെറുപയർ പൊടിയോ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. ഇതും ഹെയറിന് വളരെയധികം നല്ലതാണ്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ആവണക്കെണ്ണ ഒരു ചെറിയ പാത്രത്തിൽ എടുക്കുക. നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ അത് നിങ്ങളുടെ മുടിയുടെ ഉള്ളക്കനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതിലോട്ട് ആവണക്കെണ്ണ എടുത്ത് വെച്ച ശേഷം അത് ചൂടാക്കുക. ഇങ്ങനെ നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ആവണക്കെണ്ണയുടെ കട്ടി കുറയ്ക്കുകയും അത് ഇളം ചൂടിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് ഹെയറിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഹെയറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങളപ്പോൾ വേണ്ട എണ്ണ അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്ത് യൂസ് ചെയ്യുക. എണ്ണ ചൂടാക്കിയിട്ട് മാറ്റി വെച്ച് എല്ലാ ദിവസവും യൂസ് ചെയ്യരുത്. ഇത് അപ്പപ്പോഴുള്ളത് അപ്പം തന്നെ ചെയ്യുക. പിന്നെ ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത് വെള്ളം എണ്ണയോട്ട് കലരരുത്. പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച പാത്രം വെക്കുക. ആവണക്കെണ്ണ ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇതേപോലെ തന്നെയാണ് തേർഡ് മെത്തേഡും. അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തന്നെ, പക്ഷേ ആവണക്കെണ്ണയോടൊപ്പം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്യുക. അതായത് നിങ്ങൾ 2 ടേബിൾ സ്പൂണാണ് ആവണക്കെണ്ണ എടുത്തേക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം തിളച്ച പാത്രത്തിലോട്ട് തിളച്ചതിന് ശേഷം ആ ഒരു പാത്രം വെക്കുക. നിങ്ങൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രം വെക്കുക. എന്നിട്ട് ചൂടായതിന് ശേഷം അതെടുക്കുക. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ 5 മിനിറ്റ് ഹെയറിൽ മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് തേർഡ് മെത്തേഡ്. ഫോർത്ത് മെത്തേഡാണ് ഇത്തിരി കൂടി ഈസി. തേർഡ് മെത്തേഡിലെ പോലെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത്തിരി കൂടി എഫക്റ്റീവ് ആവാൻ ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റ് കൂടി ഇതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതേപോലെ ഹെയറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. ഇന്ന് വിപണിയിൽ ഇറങ്ങുന്ന മിക്ക ഹെയർ കെയർ പ്രൊഡക്റ്റിലും വിറ്റാമിൻ ഇ ഉണ്ടാകും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ വിറ്റാമിൻ ഇ ഉണ്ടെങ്കിൽ മാത്രം ഇടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 4 രീതിയിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണ ഹെയറിൽ യൂസ് ചെയ്യുന്നതാണ്. വളരെ എഫക്റ്റീവാണ്. മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഇത് ബെസ്റ്റാണ്. പിന്നെ 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാകില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.